ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. അപ്പോൾ നമ്മള് നിധിധ്യാസകൻ എങ്ങനെയാണ് സാധനകൾ ചെയ്യേണ്ടത് എന്നുള്ള ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നിയമം എന്ന പതഞ്ജലി മഹർഷിയുടെ സാധനയിൽ വരുന്ന നിയമം എന്ന ഭാഗം, അതിനെ എങ്ങനെയാണ് ഒരു നിധിധ്യാസകൻ നിയമം എന്നുള്ളത്, നിധിധ്യാസകൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. സാധാരണ നിയമം എന്ന് പറയുമ്പോഴത്തേക്കും ശൗചം ശുദ്ധമായി വെക്കുക, എല്ലാ സംഗതികളും ശുദ്ധമായിട്ടിരിക്കുക, പിന്നെ ചില നിർബന്ധമായിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ കുറെ ചെയ്യേണ്ട കാര്യങ്ങളും, പിന്നെ അസത്യം പറയാതിരിക്കുക, അങ്ങനെ കള്ളം പറയരുത്, അസത്യം പറയരുത്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെയും ഹിംസിക്കരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിയമത്തിൽ വരുന്നത്. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ. ഇവിടെ ഒരു നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വളരെ ഹയർ ലെവലിലാണ്. രണ്ടു തരം ചിന്തകൾ, സജാതീയ ചിന്തകൾ, വിജാതീയ ചിന്തകൾ. വിജാതീയ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതായത് മമത, സംഘം, ബന്ധുത്വം, ഇങ്ങനെ എല്ലാം, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാം ദ്വൈതത്തിൽ വരുന്ന ചിന്തകളെല്ലാം തന്നെ. അതിനെ സജാതീയ ചിന്തകൾ കൊണ്ട് മറികടക്കണം. അപ്പോൾ മനസ്സിലെപ്പോഴും സജാതീയമായിരിക്കണം ചിന്ത. സജാതീയ ചിന്ത പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രം, അതാണ് സജാതീയ ചിന്ത. അതായത് ഒരു നിധിധ്യാസകൻ ആത്മജ്ഞാനത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ശാസ്ത്രത്തിലെ ആത്മലക്ഷണം, മോക്ഷലക്ഷണം എന്നിവയെ മാത്രമേ അയാൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോ അയാൾ അസംഗനാണ് എന്ന ബോധം ഉള്ളിൽ വന്നുകൊണ്ടേ ഇരിക്കും, ഒന്നിനോടും സംഘം ഉണ്ടാകില്ല. അങ്ങനെ ആ വിജാതീയ ചിന്തകളെ മറികടക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത സാധന, പതഞ്ജലി മഹർഷി പറയുന്ന ആ 15 സാധനകളിൽ ഒരു സാധന, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ത്യാഗം എന്ന സാധനയെ കുറിച്ചാണ്. ത്യാഗം എന്നാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു നിധിധ്യാസകന്റെ ത്യാഗം എന്താണ്? ത്യാഗപ്രപഞ്ചരൂപസ്യ ചിദാത്മത്വാവലോകനാത് ത്യാഗോ ഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ യതഃ. 106-ാമത്തെ ശ്ലോകം. ത്യാഗപ്രപഞ്ചരൂപസ്യ ചിദാത്മത്വാവലോകനാത് ത്യാഗോ ഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ യതഃ. ത്യാഗമെന്നാൽ ശരിക്കും ഏതാണോ നമുക്ക് പ്രയോജനമായിട്ടുള്ളത് അതിനെ മറ്റൊരാൾക്ക് സന്തോഷത്തോടെ കൊടുക്കലാണ് ത്യാഗം. പക്ഷെ സാധാരണ നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് വേണ്ടാത്തത് എന്താണോ അതിനെ കൊടുക്കുമ്പോൾ അതിനെ ത്യാഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ ആൾക്കാർ. ശരിക്കും ത്യാഗം എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് തന്നെ വളരെ വളരെ ഡെപ്താണ്. ത്യാഗൈനേകെ അമൃതത്വമാനശഹു എന്ന് മന്ത്രത്തിൽ, വേദമന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അമൃതത്വം കിട്ടണമെങ്കിൽ ത്യാഗത്തിൽ കൂടിയേ നടക്കൂ എന്ന് അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ത്യാഗം എന്നാൽ എന്താണോ നമുക്ക് പ്രയോജനം ആയിട്ടുള്ളത്, നമുക്ക് എന്താണോ ജീവിതത്തിൽ പ്രയോജനമായിട്ടുള്ളത് അതിനെ മറ്റൊരാൾക്ക് വളരെ സന്തോഷത്തോടു കൂടി മറ്റൊരാൾക്ക് ഉപയോഗത്തിനായിട്ട്, വെറുതെ അല്ല, അയാൾക്ക് ഉപയോഗം കൂടി ഉണ്ടാവണം. അയാൾ അർഹനാണോ നോക്കി അയാൾക്ക് ഉപയോഗത്തിന്, അർഹതപ്പെട്ട ആൾക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ ഉപയോഗം കൂടെ നോക്കി നമുക്ക് ഉള്ളത്, നമുക്ക് ഉപകാരമുള്ളതിനെ വേറൊരാൾക്ക് കൊടുക്കുക. അപ്പോഴത് ത്യാഗമാവുകയുള്ളൂ. ദാനം വേറെ, ത്യാഗം വേറെ. ദാനം ഇല്ലേ, നമ്മൾ ജ്ഞാനവും ത്യാഗവും ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലിരിക്കുന്നത്. സാധാരണക്കാരുടെ ഒക്കെ മനസ്സിൽ ദാനം എന്ന് പറഞ്ഞാൽ ത്യാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അവനവനുള്ളത് സ്വയം സൂക്ഷിച്ച് കൂടുതലുള്ളത് കൊടുക്കുന്നതാണ് ദാനം. അവനവന് വേണ്ടതൊക്കെ ഭദ്രമായിട്ട് വെക്കും. എന്നിട്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കാണും. എല്ലാവരുടെ കയ്യിലും കുറച്ച് എക്സ്ട്രാ കാണും. ആ എക്സ്ട്രാ കാണുന്നതിനെ വേറൊരാൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടാവണം. സാധാരണ
എന്താ പറയാ, കൂട്ടി വെക്കണമെന്നേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. എത്ര കൂട്ടിയാലും മതിയാവില്ല. പിന്നെയും കൂട്ടി വെക്കണം ഇങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും കാരണം. അത് തന്നെ സകലമായ പ്രോബ്ലങ്ങൾക്കും കാരണം നമുക്ക് ഇനിയും വേണം, ഇനിയും സൂക്ഷിച്ചു വെക്കണം, ഫ്യൂച്ചറെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആശങ്ക. ഫ്യൂച്ചർ നമ്മൾ തന്നെ ഉണ്ടാവുമെന്ന് യാതൊരു ഒരു ഉറപ്പില്ല. നമ്മൾ നാളെ അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പക്ഷേ നമ്മുടെ വിചാരം അങ്ങനെയല്ല. നമ്മൾ ഇത് വർഷങ്ങളോളം നമുക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൂട്ടി വെക്കും. ഈ കൂട്ടിവെക്കലാണ് എല്ലാ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ വേറൊരാളുടെ കയ്യിലുള്ളതും കൂടെ എടുത്ത് നമ്മുടെ കയ്യിൽ കൂട്ടണം എന്നുള്ള തോന്നലാണ് ഈ അക്രമത്തിനും പ്രശ്നത്തിനും ഒക്കെ വരുന്നത്. അതേമാതിരി കൈക്കൂലി മേടിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? അന്നത്തെ കാര്യം നടക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയും അങ്ങനെ പലർക്കും വേണ്ടിയിട്ട് കൂടുതൽ എടുത്തു വെക്കുന്നതാണ് അവനവന്റെ കുടുംബത്തിനെ എത്രയോ തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കാനൊക്കെ പോകുന്നത്. അതാണ് അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനവനുള്ളത് സൂക്ഷിച്ച് കൂടുതലുള്ളത് കൊടുക്കണം. ഒരു പരിധിവരെ നമുക്ക് വേണ്ടി വെക്കാം. ഒരു ചെറിയൊരു റിസർവ് ആകാം. അതിൽ കൂടുതലുള്ളത് കൊടുക്കുന്നതിനെയാണ് ശരിക്കും ദാനം എന്ന് പറയുന്നത്. അതിന് മനസ്സുണ്ടാവണമല്ലോ, അത് എളുപ്പമല്ല. പക്ഷെ അങ്ങനെ മനസ്സുള്ളവൾ ധാരാളം പേരുണ്ട്. അപ്പൊ അതാണ് ദാനം. അപ്പോ അത് ആ ശീലം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മനുഷ്യന് ആ ദാനം എന്നുള്ള ശീലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിന്ദുമത പ്രകാരമുള്ള, ഭാരതീയ സംസ്കാര പ്രകാരമുള്ള പല കർമ്മങ്ങളിലും, പല വൈദിക കർമ്മങ്ങളിലും ഈ ദാനം അതിന്റെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്തിനാണ് ആ കർമ്മങ്ങളുടെ കൂടെയൊക്കെ ദാനം വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ പിന്നീട് ആ മനുഷ്യൻ വളർന്നു വരുമ്പോൾ അയാളെ ത്യാഗത്തിലേക്ക് എത്തിക്കണം. എന്നാലേ ആ മനുഷ്യൻ വൈദിക കർമ്മങ്ങളെല്ലാം ചെയ്ത് മനഃശുദ്ധിയൊക്കെ വന്ന് മുന്നോട്ട് വരുമ്പോൾ ഈശ്വരനിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം വരുന്ന സമയത്ത് ഒരു ത്യാഗബുദ്ധി അയാളുടെ ഉള്ളിൽ അപ്പോഴേ വരുള്ളൂ. ദാനം പോലും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെ ത്യാഗം ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം ദാനത്തിൽ നിന്ന് തുടങ്ങണം, എന്നാലേ ത്യാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ ദാനം, അതുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളുടെ കൂട്ടത്തിലും ദാനം വെച്ചിട്ടുണ്ട്. വസ്ത്രദാനം, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് തുടങ്ങുക. അതിങ്ങനെ വന്നിട്ട് പശുദാനം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോദാനം. അങ്ങനെയാണ് പഴയ സങ്കല്പം. ഗോദാനം എന്താ വെച്ചാൽ, പണ്ട് ഈ ഗോവാണ് സർവ ഐശ്വര്യത്തിന്റെയും പ്രതീകം. എല്ലാ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഗോവിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗോദാനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയും. അതേമാതിരി പിന്നെ മരണാനന്തര ക്രിയകൾ നടത്തി കഴിയുമ്പോൾ ആ സമയത്ത് ചെയ്യുന്ന ഗോദാനത്തില് വൈതരണി എന്ന് പറയുന്ന ഒരു നദി കടക്കാൻ ആത്മാവിന്, ഈ ശരീരം വിട്ടുപോകുന്ന ജീവൻ, ആത്മാ എന്ന് പറയാൻ മേല, ഈ ശരീരം വിട്ടുപോകുന്ന ജീവൻ, ആ ജീവൻ എന്ന് തിരിച്ചു പറയാൻ കാരണം ആത്മാവിനെ തിരിച്ചറിയാത്തൊരവസ്ഥയിൽ അത് ജീവൻ തന്നെയാണ്. അപ്പൊ ആ ജീവൻ വൈതരണി കടന്നു വേണം അടുത്ത അതിന്റെ യാത്ര, പരലോകത്തേക്കാണെങ്കിലും ഏത് ലോകത്തേക്കാണെങ്കിലും ആ യാത്രയില് അതിനെ സഹായിക്കാൻ ഈ പശുദാനം വളരെ അധികം സഹായിക്കും എന്നൊക്കെയാണ് സങ്കല്പം വെച്ചിരിക്കുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അത്രയ്ക്കും ഡീപ്പായിട്ട് പോകാൻ നമുക്കറിയില്ല. എന്തായാലും അപ്പൊ ഈ ഗോദാനം, അപ്പൊ ഈ ദാനങ്ങളെല്ലാം അതേമാതിരി സ്വർണം, വെള്ളി കൊണ്ട് ഇലകൾ ഉണ്ടാക്കി ദാനം ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്. അത് ചില കർമ്മമൊക്കെ ചെയ്യുന്നവർക്കറിയാം. ഒത്തിരി ദാനങ്ങളുണ്ട്. ആ ദാനങ്ങള് എല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ദാനം കൊടുത്തോടുകൂടി എല്ലാം ആയി എന്നുള്ള ചിന്തയല്ല അവിടെ വരേണ്ടത്. അതൊരു സ്റ്റെപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ വൈദിക കർമ്മങ്ങളിൽ ദാനവും കൂട്ടത്തില് വെച്ചിരിക്കുന്നത്. അവനവന് തന്നെ മനസ്സിൽ ത്യാഗം ചെയ്തു എന്നൊരു ഫീലിംഗ് വരണമെങ്കിൽ, അല്ലെ, ഒരാൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ദാനമാണോ ത്യാഗമാണോ എന്ന് സ്വയം തിരിച്ചറിയാം. എങ്ങനെ അറിയാം? അവനവന്റെ ഉള്ളില് ആ ഒരു ഫീലിംഗ് എന്താണ്? ആ വസ്തു നമുക്ക് പ്രിയമുള്ളതായിരുന്നു, ഇതിനെ ഞാനിപ്പോ വേറൊരാൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോ ഒരു പ്രത്യേക ഫീലിംഗ് അപ്പൊ ഉണ്ടാവും. അതെങ്ങനെ പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല, ഇല്ല, സ്വയം എല്ലാവർക്കും അറിയാവുന്നത്. നമ്മുടെ കയ്യിൽ ധാരാളമുള്ളൊരു സംഭവം, നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ, നമ്മൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതലുള്ളൊരു സംഭവം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സിലെ ഫീലിങ്ങും നമ്മുടെ ആവശ്യത്തിന് വെച്ചിരുന്നത് എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത്തെ ഫീലിങ്ങിലാണ് അതിനെ ത്യാഗം എന്ന് പറയാം. അപ്പോ ഒരു പെക്യൂലിയർ ഫീലിംഗ്, അല്ലെ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റും, ഒരു പെക്യൂലിയർ ഫീലിംഗിലാണ് ത്യാഗം സമയത്ത് ഉണ്ടാവുക. അത് നഷ്ടപ്പെട്ടു എന്ന തോന്നലും, അത് കൊടുത്തല്ലോ എന്ന സന്തോഷം,
അതാണ് പറയാം. അത് നഷ്ടപ്പെട്ടു എന്ന തോന്നൽ നമുക്കുണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ അത് കൊടുക്കാൻ സാധിച്ചല്ലോ, ഈശ്വരൻ എനിക്കതിന്റെ ഒരു അവസരം തന്നല്ലോ, ഞാനിത് കൊടുത്തല്ലോ, അയാൾക്കത് ഉപകാരമായല്ലോ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത, ആ നഷ്ടപ്പെട്ടു എന്ന ചിന്തയെ മറികടക്കും. ആ ഒരു സന്തോഷം, അതാണ് ത്യാഗം കൊണ്ട് ഉണ്ടാവുക. ശാസ്ത്രത്തിൽ പോയാൽ അത് വേറെ രീതിയാണ്. സ്വധർമ്മത്യാഗ, കടമകളെ വിടൽ, അങ്ങനെ ഒരു കാര്യമാണ്. ഈ ത്യാഗം ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ സ്വധർമ്മത്യാഗ, കടമകളെ വിടൽ, അല്ലെ? നമ്മളിപ്പോ എവിടേക്കാ പോണേ? നമ്മള് മോക്ഷം തേടിപ്പോകുന്നു, ആത്മസാക്ഷാത്കാരം തേടിപ്പോകുന്നു. അപ്പോ ഇവിടത്തെ ഒരു ത്യാഗം, ശാസ്ത്രങ്ങളിലെ ത്യാഗം എന്ന് പറയുമ്പോഴേക്കും അവനവന്റെ കടമകളെ വിടൽ എളുപ്പമാണോ? അല്ല, അല്ലേ? നമ്മളിപ്പോ കടമയിൽ ഉറച്ചു നിൽക്കുക, എന്റെ കടമയാണ്, ഞാൻ ചെയ്തേ പറ്റുള്ളൂ, എന്തൊക്കെ വന്നാലും ബാക്കി എല്ലാം വിട്ടാലും കടമയെ വിടത്തില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു സംഗതി, കടമയെ വിടാതിരിക്കുക എന്നുള്ളത്. കടമ വിടുന്നവരാരാണ്? സന്യാസിമാർ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, നല്ല സന്യാസിമാരുണ്ട്. അവരെന്തിനാ വന്നേ? എല്ലാ കടമകളെയും വിട്ട് അവര് സന്യാസം, എല്ലാത്തിനെയും ത്യജിച്ചിട്ട് അവര് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ കടമയെ വിട്ടു, അവര് വിട്ടു. അപ്പൊ ശാസ്ത്രം എന്താ പറയണേ? ഒരു സ്റ്റേജില് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ പ്രായമായി കഴിയുമ്പോൾ സന്യാസം എന്നൊരു സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കടമകളെയും വിട്ടിട്ട് സന്യാസത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിന് ഓരോ സമയമുണ്ട്. ആ സമയമനുസരിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യണം. വിധിവത്, അതായത് വിധി പോലെ, വിധിവത് കർമ്മത്യാഗം, വിധിവത്, നല്ല വിധി പോലെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്യണം. അങ്ങനെ ഇരിക്കട്ടെ. ശരി, ജ്ഞാനിയുടെ ത്യാഗം എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കുന്ന ഭാഗം അതാണല്ലോ. ജ്ഞാനി, അതാണ് ഇപ്പൊ നിധിധ്യാസകൻ ജ്ഞാനിയാണ്. ജ്ഞാനി നിഷ്ഠനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിധിധ്യാസനം ചെയ്യുന്നത്. ആ നിധിധ്യാസനം ചെയ്യുന്ന ജ്ഞാനിയുടെ ത്യാഗം എന്ത്? അയാളുടെ മോട്ടീവ്, അയാളുടെ എന്താണ് അയാളുടെ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അയാളുടെ മോട്ടീവ് എന്താണ്? ജ്ഞാനി മുഴുവൻ പ്രപഞ്ചത്തെയും ത്യാഗം ചെയ്യണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇതോടുകൂടി ഇവിടെ നിർത്തും, അല്ലേ? ജ്ഞാനി എന്താ ചെയ്യേണ്ടത്? മുഴുവൻ പ്രപഞ്ചത്തെയും ത്യാഗം ചെയ്യണം എന്നാ പറയാം. മുഴുവൻ പ്രപഞ്ചത്തെയും ത്യാഗം ചെയ്യണം. ത്യാഗത്തിന്റെ ഒബ്ജക്റ്റ് എന്താണ് ഇവിടെ? എൻറ്റയർ വേൾഡ്. എളുപ്പമാണോ? എൻറ്റയർ വേൾഡ് ത്യാഗം ചെയ്യണം. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. എങ്ങനെ? നമ്മൾ എന്താ പഠിച്ചത് നേരത്തെ? ഇതെല്ലാം മായയാണെന്ന് പഠിച്ചു, ഇതൊന്നും സത്യമല്ലെന്ന് പഠിച്ചു, ഇല്ലേ? എന്തുമാത്രം എന്താ പറയുക, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജഗത് മിഥ്യയെ കുറിച്ച് പഠിച്ചു. ജഗത് മിഥ്യ എന്നുള്ള കാര്യത്തെയാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്നും നേരത്തെ ആചാര്യസ്വാമി പറഞ്ഞു. അപ്പോ ബ്രഹ്മസത്യം എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവുമെന്ന് ആ സമയത്ത് പറഞ്ഞു. അപ്പൊ ആ ജഗത് മിഥ്യ മനസ്സിലാക്കിയാൽ ഈ വാക്ക് കേൾക്കുമ്പോൾ പേടിയുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യോ അതെന്ത് ത്യാഗം, സർവ ജഗത്തിനെയും പ്രപഞ്ചത്തെയും ത്യാഗം ചെയ്യുക, അതെങ്ങനെയാ സാധിക്കുക എന്ന് നമുക്ക് തോന്നാം. പക്ഷേ വളരെ ലളിതമാണെന്ന് മുൻപാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം അതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കിയാൽ ത്യാഗമായി അവിടെ. എങ്ങനെ? ആത്മജ്ഞാനഹേതുന സർവപ്രപഞ്ചത്തെയും ത്യാഗം ചെയ്യണം. എങ്ങനെ? ആത്മജ്ഞാനഹേതുന, ആത്മജ്ഞാനത്താൽ ത്യാഗം ചെയ്യണം. അതായത് ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം, ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്നതെല്ലാം എന്ന് ആ ഒരു ബുദ്ധി കൊണ്ടുവന്ന് ലോകത്തെ, ആ ഇന്ദ്രിയങ്ങൾ വഴിക്ക് കാണുന്ന ലോകത്തെ മറയ്ക്കണം. ഈശ്വരൻ തന്നെ ഇത് എന്ന ബുദ്ധിയെ അവിടെ കൊണ്ടുവരണം. ഈശ്വര ദൃഷ്ട്യ, ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം എന്ന് വരുമ്പോ ആ പ്രപഞ്ചത്തിന്റെ ദ്വൈതം അവിടെ നിന്ന് പോയി, പിന്നെ അദ്വൈതമാവും. അങ്ങനെ കാണാൻ സാധിക്കണം. അതെങ്ങനെയാ പറ്റുക? മരം കൊണ്ടുണ്ടാക്കിയ ഒരു ആനയെ കൊണ്ടുവരുമ്പോ, മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു ആന നമ്മുടെ മുമ്പിൽ കൊണ്ട് വന്നു. അപ്പോ അതിനെ നമ്മൾ ആന എന്നാണോ കാണുക അതോ മരം എന്നാണോ കാണുക? നമ്മൾ മരമായിട്ട് കാണും. മരം കൊണ്ടുള്ള ആന എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം, അത് മരമാണ് നമ്മളവിടെ ദർശിക്കുക. ജീവനുള്ള ഒരു ആനയുടേതായ ഒരു പേടിയോ, നമുക്ക് അതിൻ്റെ അടുത്ത് പോകാനുള്ള പേടിയോ, അതിന്റെ ഭംഗിയോ, അതിന്റെ ബാക്കി ചലനങ്ങളോ, അതിന് തീറ്റ കൊടുക്കലോ, ഇതൊന്നും നമ്മളവിടെ സങ്കല്പിക്കില്ലല്ലോ. നമുക്കറിയാം അത് മരമാണ് എന്ന് അറിയാം. ഏത്? മരം കൊണ്ടുള്ള ആനയെ കൊണ്ട് ആ രൂപം കണ്ടുകൊണ്ട് നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള ഒരു ആനയായിട്ട് നമ്മൾ സങ്കല്പിക്കില്ല. നമുക്കറിയാം അത് മരം കൊണ്ടുണ്ടാക്കിയ തന്നെയാണ് എന്ന് അറിയാം. ഇതുപോലെ
പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇത് സർവവും ഈശ്വരനാണ്, സർവവും ബ്രഹ്മമാണ്, ഇത് മിഥ്യയാണ് എന്നും ആത്മജ്ഞാനി അറിയണം. നിധിധ്യാസകൻ അത് ഓർക്കണം. അല്ലെങ്കിൽ നിധിധ്യാസനത്തിന്റെ സ്റ്റേജിൽ വന്നപ്പോ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് ഓർത്തിരുന്നാലേ നിഷ്ഠയാവുകയുള്ളൂ. സാധാരണ നമ്മൾ മരം എന്ന് മറന്ന ആന എന്ന് കാണും, ഇല്ലേ? നല്ല രസമുണ്ട് ആ ആനയെ കാണാൻ. പക്ഷെ കുറച്ചൊന്ന് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉടനെ ഓർമ്മ വരും, അല്ല അത് മരം തന്നെയല്ലേ എന്ന് ഓർമ്മ. അതേപോലെ ഇവിടെയും ചിലപ്പോൾ നമുക്ക് അബദ്ധപ്പെട്ടാം. ഇങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുകും, ഉടനെ തന്നെ ഓർമ്മ വരണം, അയ്യോ അങ്ങനെയല്ലല്ലോ, ഇതെല്ലാം മിഥ്യയല്ലേ, ഇതെല്ലാം ഈശ്വരൻ തന്നെയല്ലേ എന്നൊരു ഓർമ്മ വരണം. അങ്ങനെ ഈശ്വര ബ്രഹ്മ ബുദ്ധിയാൽ ലോകത്തെ മറയ്ക്കണം. എന്താണ് ഇവിടെ ശ്ലോകം പറയുന്നത്? ത്യാഗ പ്രപഞ്ചരൂപസ്യ ചിദാത്മത്വാവലോകനാ. അല്ലെ? എന്താ പറയുന്നത് ഇവിടെ? പ്രപഞ്ചത്തെ ത്യാഗം ചെയ്യൽ, ത്യാഗ പ്രപഞ്ചരൂപസ്യ. അപ്പോ ആ അവലോകനം എന്താ പറയുക? ചിദാത്മത്വാവലോകന. അവലോകനം എന്ന് പറഞ്ഞാൽ വിഷൻ, അത് ജ്ഞാനം എന്നാണ്. ചിദാത്മത്വം അവലോകനം എന്ന് പറഞ്ഞാൽ ഇവിടെ അവലോകനത്തിന് വിഷൻ അഥവാ ജ്ഞാനം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിദാത്മത്വം അറിവ് സ്വരൂപമായി. ചിത്ത് അല്ലെ? നമ്മൾ പഠിച്ചാണ് ചിത്ത്, അത് പഠിച്ചിട്ടുള്ളതാ. ചിത്ത്, സച്ചിത് ആനന്ദം, ആ ചിത്ത് തന്നെയാണ് ഇത് എന്നുള്ള ഓർമ്മയോടുകൂടി പ്രപഞ്ചത്തെ ത്യാഗം ചെയ്യണം. ഇതാണ് നിധിധ്യാസകന്റെ ത്യാഗം. ഒരു തരത്തിൽ കേൾക്കുമ്പോൾ എളുപ്പമാണ്, ഒരു തരത്തില് ഏറ്റവും കഠിനമാണ്. ഇവിടെ കുറെ സാധനങ്ങൾ എടുത്തു കൊടുക്കുവോ, ഏറ്റവും പ്രിയപ്പെട്ടതിനെ എടുത്തു കൊടുക്കുകയോ അവനവന്റെ ഉപഭോഗത്തിൽ എടുത്തു കൊടുക്കുന്നവയോ ആ ഒരു ത്യാഗമൊന്നുമല്ല. അത് കടന്നുപോയി. അതെപ്പോ കടന്നുപോയി? അത് സാധനയുടെ ആദ്യത്തെ സ്റ്റേജിൽ, സാധനയുടെ ഫസ്റ്റ് സ്റ്റേജിൽ വെറും സാധാരണക്കാരനായിരിക്കുമ്പോൾ ദാനം, അടുത്ത് ഒരു എന്താ പറയുക, വേദാന്തം പഠിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാവുമ്പോൾ അവിടെ ത്യാഗം. അതും കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ ഇപ്പോ വന്ന് നിൽക്കുന്ന നിധിധ്യാസകൻ എന്ന സ്റ്റേജില് ആ ത്യാഗത്തിന്റെ രൂപമേ മാറി. എന്തായി? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈശ്വര സാക്ഷാത്കാരം തന്നെ, ഈശ്വരനാണ്, ബ്രഹ്മമാണ്, ഇത് അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ പ്രപഞ്ചത്തെ, അതിനോടുള്ള അറ്റാച്ച്മെന്റിനെ, പ്രപഞ്ചത്തിനോടുള്ള എന്താ പറയാ, അതില്ലാതെ പറ്റില്ല എന്നുള്ള വിചാരത്തെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ പ്രപഞ്ചത്തെ കളയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഊഹിച്ചെടുക്കണം എങ്ങനെയാണ് പ്രപഞ്ചത്തെ. അതിനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാവും, അത്രേ ഉദ്ദേശിക്കുന്നു. അറ്റാച്ച്മെന്റ് ആണല്ലോ ഇപ്പൊ ഫുൾ അറ്റാച്ച്മെന്റ് ആണ് പ്രപഞ്ചത്തിനോട്, നമുക്ക് ഫുള്ളായിട്ട് അറ്റാച്ച്മെന്റ് ആണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അതിനെ കളയാനുള്ള വഴി അത് സർവവും ഈശ്വരമയം ബ്രഹ്മമയം എന്ന് ചിന്തിച്ച് അതിനെ കളയണം എന്നാണ് പറയുന്നത്. പിന്നെയാണെന്ന് പറയണേ അടുത്ത വരിയില്, ത്യാഗോ മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ യതഃ. ഇങ്ങനെയുള്ള നിധിധ്യാസകന്റെ ത്യാഗം മഹത്തുക്കളാൽ, ജ്ഞാനികളാൽ, ഋഷികളാൽ പൂജ്യ എന്ന് പറയാൻ വരവേൽക്കപ്പെടുന്നു. ഈ ത്യാഗം വളരെ വലിയ ത്യാഗമാണ്. ഏത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായി കണ്ടുകൊണ്ട് ആ പ്രപഞ്ചത്തോടുള്ള ഒട്ടലിനെ ത്യാഗം ചെയ്യല് വളരെ മഹത്താണ്. മഹതാം പൂജ്യ എന്നാ പറഞ്ഞത്, വരവേൽക്കപ്പെടുന്നു. വളരെ പൂജ്യമായിട്ട് അവരെല്ലാവരും ഇതിനെ കണക്കാക്കുന്നു, അതിനെ വണങ്ങുന്നു എന്നാ പറയുന്നത്. അങ്ങനെ വണങ്ങപ്പെട്ടതായിട്ട് മാറും അത്. പിന്നീട് ഇങ്ങനെയുള്ള ത്യാഗത്തിന്റെ ഫലത്തെ പറയുന്നു. എന്താണ്? സദ്യോ മോക്ഷമയോ യതഃ. സദ്യോ മോക്ഷമയോ യതഃ. യതഃ എന്ന് പറയാൻ എന്തുകൊണ്ടെന്നാൽ സദ്യ, ഉടനെ, മോക്ഷമയ, മോക്ഷസ്വരൂപം. എന്നാ രസം, അത് ആലോചിച്ച് നോക്കൂ. ഉടനെ മോക്ഷം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തെ ആത്മവിചാരം കൊണ്ട് മറികടന്നാൽ, ത്യാഗം ചെയ്താൽ, പ്രപഞ്ചത്തെ ത്യാഗം ചെയ്യാണ് ഈശ്വര വിചാരം കൊണ്ട്, സർവം ബ്രഹ്മമാണ് എന്നുള്ള സങ്കല്പം മനസ്സിലെടുത്തുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് സർവമായ അറ്റാച്ച്മെന്റ് എല്ലാം അതോടുകൂടി പിഴുതങ്ങ് പോകും, വേരോടെ പിഴുതു പോകും. എങ്ങനെ? ഇങ്ങനെ പ്രപഞ്ചത്തെ കളഞ്ഞാൽ. ആത്മവിചാരം വെച്ച് സർവവും ബ്രഹ്മം എന്ന്, കാണുന്നതെല്ലാം ബ്രഹ്മം, തൊടുന്നതെല്ലാം ബ്രഹ്മം എന്ന് ആ ഒരു രീതിയിൽ ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് അതിനെ തിരസ്കരിച്ചാൽ, ആ പ്രപഞ്ചത്തെ മാറ്റിക്കളഞ്ഞാൽ, മിഥ്യയാണെന്ന് ഉറച്ചു എന്നർത്ഥം. അപ്പോഴാണ് മിഥ്യയാണെന്ന് ഉറയ്ക്കുക.
അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം എന്ന് പറയുന്നത്? ഈ ഒരു സ്ഥലത്ത് മാത്രമേ അത് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സദ്യോ മോക്ഷമയഹ്യത്. സദ്യ ഉടനെ തന്നെ മോക്ഷസ്വരൂപമാണ്. ഉടനെ തന്നെ ആ നിരുധ്യാസകൻ മോക്ഷസ്വരൂപത്തിലേക്ക് എത്തും എന്ന് പറയുന്നു. ഈ വിധമായ ത്യാഗം ഉടനടി മോക്ഷം നൽകും. പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. കാരണം ലോകത്തെ തന്നെ ത്യജിക്കുന്നതില് അതാണല്ലോ മോക്ഷം. എന്താണ് മോക്ഷം? മോക്ഷം ലോകത്തെ ത്യജിച്ച് ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നതാണ് മോക്ഷം. അപ്പൊ ഫ്രീ ആയി, ഒന്നും നമ്മളെ സ്പർശിക്കത്തില്ല. ഒരു സംസാര ദുഃഖവും വിഷമവും ഒന്നും സ്പർശിക്കില്ല. മോക്ഷസ്വരൂപത്തിലിരിക്കുമ്പോൾ ആത്മസ്വരൂപത്തിലിരിക്കലാണ് മോക്ഷസ്വരൂപത്തിലിരിക്കൽ. ആ ആത്മസ്വരൂപത്തിലിരിക്കണമെങ്കിൽ പ്രപഞ്ചത്യാഗം കൂടിയേ തീരൂ. ഇപ്പോ ഭഗവാന് നമ്മൾ എന്താ ചെയ്യണം? ഇപ്പോ ലോകത്തിലെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. രസമായിട്ട് അവിടെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഒരു അവസ്ഥ ഈ ലോകത്തിലെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. വളരെ ശരിയാണ്. ഞാൻ ആലോചിച്ച് നോക്കി, വളരെ കറക്റ്റാ അല്ലെ? നമ്മളെല്ലാവരും ഇന്നേ തീയതി വരെ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ലോകത്തിലെ എന്തെങ്കിലുമാണ് ഭഗവാനോട് ചോദിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുനാഥൻ അത് പറഞ്ഞത്. ലോകത്തിലെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ലാസ്റ്റ് മരണം വരെ അത് തന്നെയാണ് നടക്കുക. എന്തെങ്കിലും ലോകത്തിലെ ആയിരിക്കും ചോദിക്കുന്നത്, ഉറപ്പായിട്ടും. ഇവിടെ പറയുന്നു അങ്ങനെയല്ല വേണ്ടത്. ആ ലോകത്തിനെ തിരസ്കരിക്കണം. ലോകത്തിന് മൊത്തത്തില് അത് ഈശ്വരനാണ്, അത് ബ്രഹ്മമാണ്, അത് മിഥ്യയാണ്, അത് നമ്മുടെ തോന്നലാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ അതിനെ അങ്ങ് മാറ്റി നിർത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മോക്ഷം. അപ്പോ മരണസമയത്ത് അത് വേണം ഇത് വേണമെന്ന് ഈശ്വരനോട് പിന്നെയും പ്രാർത്ഥിച്ചാലോ നമുക്ക് എങ്ങനെ മോക്ഷം കിട്ടും? കിട്ടില്ല. അത് വളരെ രസമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ലോകത്തിലുള്ള എന്തെങ്കിലും ചോദിക്കലാണ്. അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് എങ്ങനെ നിർത്തുക? ഒന്നും ചോദിക്കാതിരിക്കുക. ഈശ്വരനോട് ഈ ലോകത്തിലെ ഒരു സാധനവും ചോദിക്കാതിരിക്കുക. കാരണം എന്താ? ഇതെല്ലാം നശിക്കുന്നതാണ് എന്ന് ഒന്നാമത്. പിന്നെന്താണ്? ഇതൊന്നും സത്യമല്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഇതെല്ലാം നശിക്കുന്നതാണ്, ഇതൊന്നും സത്യവുമല്ല, ഇതെല്ലാം മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ മോക്ഷപദവിയിലേക്ക് എത്തിക്കില്ല. ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ആ ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അഹം ബ്രഹ്മാസ്മി എന്ന് ഉറയ്ക്കണം. ഇല്ലേ? അപ്പോഴേ പറ്റുള്ളൂ. ഞാൻ ചിദാനന്ദനാണ്, ഞാൻ ആത്മസ്വരൂപനാണ്, ഞാൻ എന്നുമുള്ളവനാണ്. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും എനിക്കൊന്നും നേടാനില്ല. ഈ ഇന്ദ്രിയങ്ങൾ ഒരു കാലത്ത് എന്നെ ഈ സംസാരവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എപ്പോഴും എന്നെ സംസാരവുമായിട്ട് ഈ ഇന്ദ്രിയങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് മോചനം വേണം. ഇന്ദ്രിയങ്ങളല്ല ഞാൻ, ശരീരമല്ല ഞാൻ ആത്മസ്വരൂപമാണ്, ചൈതന്യമാണ്, സച്ചിത് ആനന്ദമാണ് എന്ന് ഉറച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ തിരസ്കരിക്കണം. അപ്പോ സംസാര ദുഃഖം നമ്മളെ വിട്ടുപോകും. ലോകത്തിലുള്ള ഓരോന്ന് ചോദിക്കുമ്പോഴും എന്താ നമ്മൾ ചെയ്യുന്നത്? സംസാര ദുഃഖത്തെ ക്ഷണിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മളൊരു സുഖം ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിലുള്ള എന്തിനെങ്കിലും ചോദിക്കും. ആ ലോകത്തിലുള്ള എന്തിനെങ്കിലും ഭഗവാനോട് ചോദിക്കും. ഭഗവാന്റെ കരുണ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? ശരി, എന്നാ ഇങ്ങനെയെങ്കിലും ഇയാള് ആ ഒരു സുഖം അനുഭവിച്ച് പിന്നീടെങ്കിലും മോക്ഷത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ആ സുഖത്തെ തരും. ആ സുഖത്തെ തരുമ്പോൾ മാത്രമല്ല, പുണ്യങ്ങൾ ഒരുപാട് ചെയ്ത് കാണും കഴിഞ്ഞ ജന്മങ്ങളിൽ. അപ്പൊ ആ സുഖം അനുഭവിക്കാനുള്ള ഒരു അവസരം അവിടെ തരും. അവസരം അവിടെ തരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് പെട്ടുപോകും. ആ സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ എന്തായി? പിന്നീട് ആ സുഖം എന്നുവെച്ചാൽ ആ പുണ്യം തീരുന്നിട വരെ കാണും. അത് കഴിയുമ്പോൾ ആ സുഖം അപ്രത്യക്ഷം. ആ സുഖം പോകുമ്പോൾ എന്തായി? ദുഃഖം. ആ പ്രത്യേകമായിട്ട് സുഖം ചോദിച്ചു വാങ്ങിയത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ദുഃഖം തുടങ്ങും. അപ്പൊ നമ്മൾ തന്നെയല്ലേ സംസാര ദുഃഖത്തെ നമ്മൾ ചോദിച്ചു മേടിക്കുന്നത്? സംസാര ദുഃഖം തനിയെ വരുന്നതല്ല, നമ്മൾ തന്നെയാണ് ചോദിച്ചു മേടിക്കുന്നത്. നമ്മൾ തന്നെ ചോദിച്ചു മേടിക്കുന്നു. തനിയെ വരുന്നത് പൂർവ്വജന്മങ്ങളിലെ ദുഃഖം തനിയെ വരുമായിരിക്കാം. പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലമായിട്ട് ചിലപ്പോ തനിയെ ദുഃഖം വരാം. ബാക്കി വരുന്നതൊക്കെ നമ്മൾ ചോദിച്ചു മേടിക്കുന്നത്. അപ്പൊ ഈ ജന്മം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചോദിച്ചു മേടിക്കുക ചെയ്യുന്നത്. ഈ ജന്മത്തിൽ ഓരോ പ്രാവശ്യവും ഈശ്വരനോടൊന്ന് ചോദിക്കും, അത് ഈശ്വരൻ തരും. അതില്ലാണ്ടാവുമ്പോൾ ദുഃഖം. ഇങ്ങനെ നമ്മൾ ഈ സൈക്കിളിൽ നിന്ന്, ഈ ചക്രത്തിൽ നിന്ന്, ഈ സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം ഇല്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ സ്വയം കെട്ടി ഇടുകയാണ്. അപ്പോ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ആ മന്ത്രത്തിൽ പറഞ്ഞത് ത്യാഗേനേകെ അമൃതത്വമാനശഹു എന്ന് പറഞ്ഞത്. അവിടെ അതുകൊണ്ടാണ് ആ മന്ത്രത്തിൽ പറഞ്ഞത്. ഇത് വ്യവഹാരവുമായി കൂട്ടിക്കൊഴിക്കരുത്.
ഇത് വ്യവഹാരവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമല്ല. നമ്മളിവിടെ ഇപ്പോ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാം പറക്കി കൊടുക്കുക, എനിക്ക് വേണ്ടതെല്ലാം എടുത്ത് പറക്കി കൊടുക്കുക, അങ്ങനത്തെ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, വ്യവഹാരവുമായിട്ട് ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ ഒരു ജീവിതമുണ്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ ഈശ്വരൻ തരുമ്പോ അത് അനുഭവിക്കണം, അതെടുത്ത് ജീവിക്കണം, എല്ലാം വേണം. പക്ഷേ ഒരു നമ്മള് വേദാന്തത്തിലേക്കുള്ള രുചി നമ്മളിൽ ഉണ്ടായി, വേദാന്തം പഠിച്ചു തുടങ്ങി, മുന്നോട്ട് പോയി, ദാനങ്ങൾ കൊടുത്തു, അത് കഴിഞ്ഞ് കുറെ ത്യാഗങ്ങളും ചെയ്തു, അത് കഴിഞ്ഞ് നിധിധ്യാസനത്തിന്റെ സ്റ്റേജിൽ എത്തുമ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ സാധാരണ വ്യവഹാരത്തിൽ ഉള്ള കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞത്. മനസ്സില് ത്യാഗബുദ്ധിയെ വളർത്താൻ, അതിനാണ് മനസ്സിനകത്തെ ത്യാഗബുദ്ധിയെ വളർത്താനാണ് ഈ പറയുന്നത്. അതിന് സർവം ബ്രഹ്മം എന്നറിഞ്ഞ് ലോകത്തിനോടുള്ള ആസക്തിയെ, ഇതാണ് ശരിക്കും എന്താണ്, ലോകത്തിനോടുള്ള ആസക്തിയെ ബ്രഹ്മത്തിൽ വെക്കണം. എന്തിനോടാണ് ആസക്തി വേണ്ടേ? ബ്രഹ്മത്തിനോട് ആസക്തി വേണം, ഈശ്വരനിൽ ആസക്തി വേണം, അല്ലാതെ ലോകത്തിനോടല്ല എന്നാണ് ഇവിടെ പറഞ്ഞു തന്നത്. അങ്ങനെ വരുമ്പോൾ സർവത്യാഗവും അവിടെ ഉണ്ട്. ത്യാഗം അപ്പൊ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം ത്യാഗമുള്ളൂ. ബ്രഹ്മത്തെ ത്യാഗം ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ. പ്രപഞ്ചത്തെ, മായ കൊണ്ടുണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ത്യാഗം ചെയ്യുക, അതാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ യന്മൗനം യോഗിഭിർഗമ്യം തദ്ഭജേത് സർവദാ ബുധഃ. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ യന്മൗനം യോഗിഭിർഗമ്യം തദ്ഭജേത് സർവദാ ബുധഃ. ഇവിടെ വരുന്ന 15 സാധനയില് 4ാമത്തെ സാധനയായ മൗനം, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മൗനം ഇതൊന്ന് ഒരു ക്ലാസ് കൊണ്ട് തീരും തോന്നുന്നില്ല, ഒത്തിരി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുനാഥ്. നമുക്ക് നോക്കാം. മൗനം. യതോ യസ്മാത് വാചോ നിവർത്തന്തെ, അല്ലെ? യതോ വാചോ നിവർത്തന്തെ. അപ്പൊ അതിന് യസ്മാത് ഉണ്ട് ചില ബുക്കുകളിൽ. യസ്മാത് വാചോ നിവർത്തന്തെ വേറൊരു ഉപനിഷത്തില് ഉള്ള വാക്യമാണ്. അപ്രാപ്യ മനസാ സഹ യൻ മൗനം യോഗിഭിർഗമ്യം തദ് ഭജേത് സർവദാ ബുധഃ. ഇതില് 107, 108, 109 3 ശ്ലോകങ്ങളാണ് മൗനത്തെ പറ്റി ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. അപ്പോ തന്നെ അറിയാം മൗനം എന്നുള്ളതിന് എന്തുമാത്രം പ്രാധാന്യം നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത്. 107, 108, 109 3 ശ്ലോകവും മൗനം എന്ന പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന 15 സാധനങ്ങളിൽ 4ാമത്തെ സാധനയായ മൗനത്തെ കുറിച്ച് ശങ്കരാചാര്യസ്വാമികൾ നിധിധ്യാസകന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് 3 ശ്ലോകങ്ങൾ കൂടിയാണ്. സാധാരണയായിട്ട് എന്താണ് മൗനം? സാധാരണയായി മൗനം എന്നാൽ മിണ്ടാതിരിക്കൽ, സംസാരിക്കാതിരിക്കൽ, അല്ലെ? വാക് ഇന്ദ്രിയത്തെ ഉപയോഗിക്കാതിരിക്കൽ, സംസാരിക്കാതിരിക്കലാണ് എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മൗനം എന്ന് പറയും. വായ് അനക്കിക്കൊണ്ടേയിരിക്കും സാധാരണ, അല്ലെ? സാധാരണ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, വായ അനങ്ങിക്കൊണ്ടേയിരിക്കും. 2 തരത്തിലാണ് വായ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിലെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വായ അനക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിയാണ്, നമ്മൾ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഒന്നും വേണ്ട, ട്രെയിൻ യാത്രയിലും നോക്കിയാൽ മതി. ഞാൻ പലപ്പോഴും നല്ല രീതിയിൽ ഞാനൊരു വളരെ രസകരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ട്രെയിൻ യാത്രയിൽ ആൾക്കാർ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകം അവരെല്ലാവരും കൊണ്ടുവന്നിരിക്കാൻ തീറ്റ സാധനങ്ങൾ എടുത്തു. എത്ര ചെറിയ യാത്രയാണെങ്കിലും ശരിയാ, ഉടനെ തീറ്റ സാധനങ്ങൾ എടുത്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങും. അങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷനായി, കഴിക്കലായി മൊത്തം. ഇനി കഴിപ്പ് കഴിഞ്ഞാലോ ഉടനെ പിന്നെ വർത്തമാനം തുടങ്ങും. പിന്നെ ഈ വർത്തമാനം തന്നെ. ഒന്നും വേണ്ട, അടുത്തിരിക്കുന്ന നമ്മളെ തോണ്ടും. എങ്ങടാ പോണേ, എന്താ പോണേ. മിണ്ടാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ. മിണ്ടാതിരിക്കണമെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കണം. കഴിക്കുമ്പോൾ അതായാലും കുഴപ്പമില്ല. അപ്പൊ ഈ 2 കാര്യം വലിയൊരു ബുദ്ധിമുട്ടാണ്. കഴിക്കാതിരിക്കാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. ഈ 2 കാര്യങ്ങളും. അപ്പൊ നമ്മള് ശരിക്കും പറയാൻ നമ്മള് ഈ ട്രെയിൻ യാത്രയെ നോക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇത്രയും സമയം വീട്ടിലിരിക്കുമ്പോൾ ഇത്രയും നമ്മൾ ആ സമയം ഉണ്ടായിരിക്കും, ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ പോലെ ഇരുന്നോളും, കഴിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല. 3 നേരം കഴിക്കേണ്ട സമയത്തെ കഴിക്കത്തുള്ളൂ. ട്രെയിനിൽ കയറി അതല്ല പരിപാടി. ട്രെയിനിൽ കയറി കഴിക്കും. എവിടുന്നാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്ന് വരെ ചിലപ്പോൾ അത്ഭുതം തോന്നും. പോട്ടെ, എന്തായാലും നമ്മുടെ സബ്ജക്റ്റ് അതല്ല. ഏതായാലും വായയുടെ അനക്കത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാധാരണയായി വായ അനങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ
വായ് ഒഴികെ, വേറെ രസകരമായൊരു കാര്യമാണ് ഗുരുനാഥൻ പറഞ്ഞത്. വായ് ഒഴികെ മറ്റിന്ദ്രിയങ്ങളെല്ലാം കുറച്ച് ജോലി ചെയ്താൽ ടയേർഡായി പോകും, ക്ഷീണിക്കും. നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ കൈ കൊണ്ട് കുറെ ജോലി ചെയ്താൽ അയ്യോ മതി, ഇനി സ്വല്പം റെസ്റ്റ് എടുക്കട്ടെ. കാലുകൊണ്ട് കുറെ ദൂരം നടന്നു കഴിഞ്ഞാൽ മതി, ഇനിയിപ്പോ വയ്യ, കുറച്ചു നേരം ഇരിക്കാം. അതേമാതിരി ബ്രെയിൻ കുറെ നേരം പഠിപ്പിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് മതി, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അതേമാതിരി കണ്ണ് കുറെ നേരം നോക്കി വായിച്ചു, ഇത്ര നേരമായി ഇനി കുറച്ച് മിണ്ടായി കുറച്ചു നേരം കണ്ണടച്ച് സമാനമായിട്ടിരിക്കട്ടെ. അതേമാതിരി ചെവി കുറേ നേരം പാട്ടോ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞു മതി, ഇനി നോക്കി ഇത് സ്വല്പം നേരം സ്വന്തമായിരിക്കാം എന്ന് തോന്നും. അതേസമയം വായ കൊണ്ട് അങ്ങനെ ഒരു സംഗതി തോന്നാറേ ഇല്ല. കുറെ കഴിച്ചു, എന്നാ ഇനി വായ കഴിച്ചു അതുകൊണ്ട് വേണ്ട എന്ന് വരത്തില്ല. ഒന്നിലെ ആ സാധനം തീരണം, അല്ലെങ്കിൽ ആ സ്വാദ് മതി എന്ന് തോന്നും. അല്ലാതെ കണ്ട് വായ പ്രവർത്തിച്ചുകൊണ്ട് വായക്ക് നാക്കിനോ പല്ലിനോ ചുണ്ടിനോ ഒക്കെ ഒരു ക്ഷീണം വന്നതുകൊണ്ട് നിർത്താം എന്ന് ആർക്കും തോന്നാറില്ല. അതേമാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല. എത്ര നേരമാ സംസാരിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു ക്ഷീണവും ഇല്ല. കേൾക്കുന്ന ആൾക്ക് ക്ഷീണം വരും കുറെ കഴിയുമ്പോൾ, പക്ഷെ പറയുന്ന ആൾക്ക് ഒരിക്കലും ക്ഷീണം ഉണ്ടാവാറില്ല. അത് വളരെ രസമാണ് അല്ലെ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം, ക്ഷീണമില്ലാത്തൊരു ഇന്ദ്രിയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്ര കേട്ടാലും, ചെവിയും അങ്ങനെ തന്നെയാ പറയുന്നത് ചിലരുടെ, അത് എല്ലാവരുടെ അങ്ങനെയല്ല, ചിലരുടെ ചെവിയും അതുപോലെ തന്നെയാണ്. എത്ര കേട്ടാലും പിന്നെയും കേൾക്കാൻ താല്പര്യം, മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അല്ലേ? വേറൊരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ എത്ര വേണമെങ്കിൽ കേൾക്കാം. അതേസമയം വേദാന്തം പറഞ്ഞാലും എന്റെ പൊന്നെ ഇതൊന്നും കേട്ടിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമില്ല, ഇതൊക്കെ കുറെ കേട്ടതാന്ന് പറയും. വേറൊരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോ ചെവിയും വായും ഒക്കെ ഏതാണ്ട് ഒരേ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇനി അപ്പോ ഈ മൗന സാധനയുടെ ആദ്യ ഫലം, സാധാരണ നിലയ്ക്ക് മൗന സാധന കൊണ്ടൊരു ഫലം പറയുന്നത് ഒരു ഓർഡിനറി ലെവലില്, ആചാര്യസ്വാമി പറയുന്ന ഹൈ ലെവലിലേക്ക് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. മൗന സാധനയുടെ ആദ്യ ഫലം അഹിംസ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. മൗന സാധനയുടെ ആദ്യ ഫലം അഹിംസയാണ് എന്ന് പറയും. ഇപ്പോ നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടുണ്ട്, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അടിക്കും, അങ്ങോട്ട് ഇടിപ്പിച്ചും ഒക്കെ ചെയ്യും ഇല്ലേ? കുറെ ഉപദ്രവങ്ങൾ അങ്ങോട്ടൊക്കെ ചെയ്യും. ചെറുതായിരിക്കും എന്താ ചെയ്യാം, അടുത്തിരിക്കുന്ന കുട്ടികളെ നുള്ളും, പിന്നെ കൂട്ടുകാരുടെ കളിക്കുന്ന സമയത്ത് അടിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ല. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ ധാരാളം ചെയ്തിട്ടുള്ളതാണ്. ദേഹോപദ്രവം ഏൽപ്പിക്കും. കുട്ടികളായിരിക്കുമ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കും. വലുതായി കഴിയുമ്പോൾ എന്താ പരിപാടി? വലുതായി കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു സൂത്രം നമ്മുടെ കയ്യിലുണ്ട്. ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കാട്ടിലും വലുത്. ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വല്ല കയ്യോ കാലോ തല്ലി ഒടിച്ചാൽ കുറച്ച് ദിവസം ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ച് അത് വെച്ച് കെട്ടി ഒരു 3-4 മാസം കൊണ്ട് അതൊക്കെ മാറും. ഇനി അഥവാ കത്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ തുന്നി കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് അതൊക്കെ കഴിയുമ്പോഴേക്കും അത് മാറും. പക്ഷെ നമ്മുടെ കയ്യിൽ വേറെ വലിയൊരു ആയുധമുണ്ട്. ഇതൊന്ന് കൊടുത്താൽ പിന്നെ അവൻ ആജീവനാന്തം അവൻ്റെ ഉള്ളിൽ കിടക്കും. എന്താണ്? അതാണ് നാക്ക്. വാക്കുകൊണ്ട് ഒരാളെ ദ്രോഹിച്ചാൽ, വാക്കുകൊണ്ട് കൊടുക്കുന്നൊരു പണി നിസ്സാര പണിയൊന്നുമല്ല. ഞാൻ മരിച്ചാലും മറക്കില്ലെന്ന് പറയും അല്ലേ? ഒരു അങ്ങനെ ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും മറക്കില്ല, അത്രയ്ക്കും അയാൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്ത് കത്തി കൊണ്ട് കുത്തിയിട്ടോ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തരാറുന്നുണ്ടോ എന്നല്ല, വാക്കുകൊണ്ട് പറഞ്ഞ പ്രവൃത്തിയാണ്. ആ നാക്കിന്റെ ശക്തി, വാക്ക് അത്രയും ഭയങ്കരമാണ് വാക്ക്. അപ്പോ കുട്ടികളായിരിക്കുമ്പോൾ ശാരീരികമായിട്ട് വേദനിപ്പിക്കും. വലുതാകും തോറും അതിൽ നിന്ന് മാറി എങ്ങോട്ട് പോകും? വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ തുടങ്ങും. വളരെ കറക്റ്റ്. സാധാരണ മനുഷ്യരുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. വളരെ വളരെ ശരിയാണ്. വാക്കുകൊണ്ടാണ് വലുതാകും തോറും വേദനിപ്പിക്കുന്നത്, വാക്കുകൊണ്ടാണ്. അതിൽ നോക്കാതെ നമുക്കറിയാം, ഒരു 25 വയസ്സുള്ളപ്പോഴുള്ള ഒരാള് പറയുന്നതും വേദനിപ്പിക്കുന്നതും അയാൾ ഒരു 50 വയസ്സാകുമ്പോൾ പറയുന്നതും വേദനിപ്പിക്കുന്നതും, എന്തിനധികം തീർത്തും വയ്യാതെ ബെഡിൽ കിടക്കുമ്പോ പറയുന്നതും ശാപവാക്കുകൾ പറയാറുണ്ട്. വയസ്സായിട്ട് അവനവന്റെ മരണം കാത്ത് കിടക്കുക, ആ സമയത്ത് പോലും എന്ത് ചെയ്യും? വാക്കുകൊണ്ട്, കയ്യും കാലം അനക്കാൻ വയ്യ, ആകപ്പാടെ വർത്തമാനം പറയാൻ പറ്റുമോ എന്നൊരു സംശയം, അത്ര മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ആ വാക്കുകൊണ്ട് ഒരാളെ എത്രത്തോളം ശപിക്കാവോ അത്രത്തോളം ശപിക്കും.
നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു. ഒരിക്കലും നമ്മളൊന്നും അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാന്നുള്ളതുള്ളൂ. എന്ന് വെച്ചാൽ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി വിഭ്രാന്തിയോ ഒക്കെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും പൂർവ്വജന്മമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ തന്നെ പല കാര്യങ്ങളും ഓർത്ത് മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഈ രീതിയിൽ ആകാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായും പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം. ആ ഒരു ഹിംസ വളരെ വലിയ ഹിംസയാണ്. ഏറ്റവും വലിയ ഹിംസയാണ് വാക്കുകൊണ്ടുള്ള ഹിംസ. അപ്പൊ മൗനം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ഹിംസ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൗനം ശീലിക്കണം എന്ന് പറയാം. എന്തൊരു നല്ല ഉപദേശമെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നല്ല ഉപദേശമാണ്. മൗനം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അഹിംസ നമ്മൾ പാലിക്കും. വളരെ ശരിയല്ലേ? എനിക്ക് വളരെ സന്തോഷം തോന്നി ഇത് വായിച്ചപ്പോൾ. ഇനി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഇത് അപ്ലിക്കബിൾ ആക്കണമല്ലോ ഭഗവാനെ എന്ന് ആഗ്രഹിക്കുക. എന്താ വെച്ചാൽ എത്ര ശരിയാണത്, എത്ര ശരിയാണ്. നമ്മൾക്കത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആവണം. മൗനത്തിലേക്ക് നമുക്ക് കാര്യമായിട്ട് മൗനത്തെ നമ്മൾ നമ്മുടെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ വായന ഒരു വാക്കുപോലും ഒരാളെ വേദനിപ്പിക്കുന്നതായിട്ട് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ് മൗനം കൊണ്ട്? സാധാരണ നിലയിൽ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം, മൗനത്തില് നല്ല ചിന്തകൾ വരും എന്ന് പറയുന്നു. നല്ല ചിന്തകൾ വരും അത്രയും. ഈ അഹിംസ ഇല്ലാണ്ടാവും. അപ്പോ ദുഷ്ടചിന്തകളെല്ലാം പോയിട്ട് സച്ചിന്തകൾ ഉടലെടുക്കുന്ന പറയുന്നത് തന്നെത്താൻ. വെറുതെ ആണോ വലിയ വലിയ ആൾക്കാരൊക്കെ മൗനം അവരുടെ ജീവിതചര്യയിൽ മൗനം വലിയൊരു കാര്യമായിട്ട് വെച്ചിരുന്നത്? എത്രയോ വലിയ വലിയ യോഗിമാരൊക്കെ സംസാരിക്കുന്ന സമയം വളരെ കുറവാണ്. കാരണം സച്ചിന്തകൾ മാത്രം ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സച്ചിന്തകൾ മാത്രം, ഈശ്വര ചിന്തകൾ മാത്രം, ബ്രഹ്മചിന്ത മാത്രം വന്നുകൊണ്ടിരിക്കും ഈ മൗനം ശീലിച്ചാൽ. ഈ രണ്ട് കാര്യമാണ് നോർമൽ കോഴ്സിൽ പറയുന്നത്. ഇനി ഇവിടെ പറയുന്നു നിധിധ്യാസകൻ അഭ്യസിക്കേണ്ട മൗനം എന്താണ്? നമ്മളെപ്പോലെ നമ്മളിപ്പോ ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചു നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, അതെ, ആചാര്യസ്വാമി നമ്മളിപ്പോ മഹാൻ എന്ന് വിളിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാം. അപ്പോ മഹാന്മാരായ നമ്മൾ എന്ന് തന്നെ ആചാര്യസ്വാമി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നിധിധ്യാസക ലെവലിലേക്ക് ഉയർന്ന നമ്മൾ അഭ്യസിക്കേണ്ട മൗനം എന്താണ്? നമ്മൾ വേറൊരാളെ പറയണ്ട, നമ്മളെയാണ് എടുക്കേണ്ടത്. എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് ഓരോന്നും അവനവനിലേക്ക് എടുക്കുന്നു. വേറൊരാൾ അങ്ങനെ ചെയ്യണം, വേറൊരാൾ ഇങ്ങനെ ചെയ്യണം, അയാൾ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്ര സുഖമാണ് നമ്മൾ അങ്ങനെ ആവണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ഓരോ പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാർ പ്രഭാഷണം പറയുമ്പോഴും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് നമുക്ക് അങ്ങനെ ആയിക്കൂടെ, നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ എന്ന്. അല്ലാതെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് നിങ്ങളൊക്കെ ഇങ്ങനെ മാറണം കേട്ടോ എന്ന് പറയുന്നതിനെക്കാട്ടും എത്ര സുഖമാണ് നമ്മൾ അങ്ങനെ. അപ്പൊ നമുക്കതിന്റെ ഇരട്ടി ബലം നമുക്കുണ്ടാവും. നമ്മൾ ആ ഒരു വലിയ ഹയർ ലെവലിലേക്ക് നമ്മൾക്ക് ഉയരാൻ സാധിക്കും. അപ്പോ നിധിധ്യാസകൻ ഉയർന്ന തലത്തിലാണ് ഇരിക്കുന്നത്. അതിനാണ് ഇത് പറഞ്ഞത്. നിധിധ്യാസകൻ എവിടെ ഇരിക്കുന്നത്? ഉയർന്ന തലത്തിലാണ് ഇരിക്കുന്നത്. സൈലൻസ് ഹർട്ട് ചെയ്യാതിരിക്കുന്നതിനും ഹർട്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കാറുണ്ടെന്ന് പറയും. വേറൊരു പുതിയ സംഭവമാണ്. സൈലൻസ് ഒരാളെ ഹർട്ട് ചെയ്യാതിരിക്കുന്നതിനും അതേപോലെ ഹർട്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കാറുണ്ടെന്ന് പറയും. അതെങ്ങനെയാണത്? ഹർട്ട് ചെയ്യാതിരിക്കുന്നതിന് നമുക്കറിയാം. മൗനം ഹർട്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചില സമയങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കും. മറുപടി പറയേണ്ട സമയത്ത് പറയാതെ മിണ്ടാതിരുന്നാൽ അവിടെ ഒരു ഹർട്ടിങ് നടക്കും. അതുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നത് ആദ്യഘട്ടം അല്ലെ? ആദ്യകാല സാധനം. സംസാരിക്കാതിരിക്കുന്നത് ആദ്യകാല സാധനം. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കാതിരുന്ന് ഹർട്ട് ചെയ്യും. മറുപടി പറയത്തില്ല. എന്ത് ചോദിച്ചാലും മിണ്ടത്തില്ല, മറുപടി പറയത്തില്ല. ഒരു തരം ഹർട്ടിങ് അവിടെ നടക്കും. പല വീടുകളിലും ഉള്ള ഒരു കാര്യം, പല വീടുകളിലും ഉള്ളൊരു കാര്യമാണ് ഈ തരം ഹർട്ടിങ്. അത് മിണ്ടിയിട്ട് ഒരു ഹർട്ടിങ്, മിണ്ടാതിരുന്നിട്ട് ഹർട്ട് ചെയ്യുന്ന പരിപാടി നമ്മുടെ ഇടയിലൊക്കെ ധാരാളം ഉണ്ട്. പോട്ടെ. അപ്പോ ചിലപ്പോ ആൾക്കാർ ഈ മൗനവ്രതം അല്ലെ, വ്യാഴാഴ്ച മൗനവ്രതം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മൗനവ്രതം, ഞാൻ എല്ലാ തിങ്കളാഴ്ചയും മൗനവ്രതം ഉള്ള ആളാണ്. ശരി, അപ്പൊ എന്നാ ഞായറാഴ്ച ഇഷ്ടംപോലെ സംസാരിക്കും.
അപ്പൊ നാളെ മൗനവ്രതമാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം. ഒരുപാട് ക്ലാസ് എടുക്കാനുണ്ട്, അതുണ്ട്, ഇതിന്റെ പല പരിപാടികളുണ്ട്. നാളെ മൗനവ്രതം ആയതുകൊണ്ട് ഫോൺ വിളിക്കാനുള്ളവരൊക്കെ ഇന്ന് വിളിക്കണം. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് പറയണം. ധാരാളം സംസാരിക്കും തലേ ദിവസം. ചിലർ പിറ്റേ ദിവസം. ഇന്നലെ മൗനവ്രതമായിരുന്നു, അതുകൊണ്ടാണോ വിളിക്കാനേ? ഇത്തിരി കാര്യം പറയാനുണ്ട്. ഇന്നലെ വ്രതമായിരുന്നുകൊണ്ട് ഞാനത് പറയാൻ പറ്റിയില്ല. എല്ലാം മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. മൗനവ്രതമായിരുന്നല്ലോ. ഇന്നിപ്പോ ഇത്തിരി പറയാനുണ്ട്. തിരക്കൊന്നുമില്ലല്ലോ, കേൾക്കാണല്ലോ അല്ലേ? കേൾക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ട് തരത്തിലുള്ള രീതികൾ നമ്മൾ കാണാൻ പോകാം. ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമി പറയുന്നു, മൗനം ബ്രഹ്മം. മൗനം ബ്രഹ്മം. വലിയൊരു അറിവാണ്. മൗനം എന്നാൽ ബ്രഹ്മം. ബ്രഹ്മത്തിന് മൗനം എന്ന് പേര് നൽകുകയാണ് ആചാര്യസ്വാമി. മൗനത്തിന് പേര് നൽകുന്നു ബ്രഹ്മം. എത്ര ഹയർ ലെവലാന്ന് ആലോചിച്ച് നോക്കൂ. മൗനം എന്നത് ബ്രഹ്മം എന്ന് പറയുകയാണ് ആചാര്യസ്വാമി. മാണ്ഡൂക്യ ഉപനിഷത്തില് അമാത്ര സ്വരൂപം എന്ന് ബ്രഹ്മത്തെ പറയുന്നുണ്ട്. മാണ്ഡൂക്യ ഉപനിഷത്തില് അമാത്ര സ്വരൂപം എന്ന് ബ്രഹ്മത്തെ പറയുന്നുണ്ട്. ഇപ്പൊ ഓംകാരം പറയുമ്പോൾ ആ ഉ മ, ഓം എന്നുള്ളതിന് ആ ഉ മ, അത് കഴിഞ്ഞിട്ട് ഒരു നിശബ്ദമായ ഒരു സമയമുണ്ട്. അത് ഓംകാരത്തിന്റെ അവസാന പാദം താഴേക്ക് വന്ന ശേഷം ഒന്നുമില്ലാത്തൊരു സമയമുണ്ട്. അടുത്ത ഓം തുടങ്ങുന്നതിന് മുമ്പും ഈ ആദ്യത്തെ ഓം ഉച്ചാരണം കഴിഞ്ഞ് സെക്കൻഡ് ഓം ഉച്ചാരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിശബ്ദതയുണ്ട്. ശരിക്കും ഓംകാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ നിശബ്ദതയാണ്. അത് ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. ഓ ആ നിശബ്ദതയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആ വായ പൂട്ടിയ ശേഷമുള്ള നിശബ്ദത, അത് ബ്രഹ്മലയനത്തിലായിരിക്കും. അങ്ങനെ വേണം ഓംകാരം ജപിക്കാൻ. ആ സമയത്ത് ബ്രഹ്മത്തിൽ ലയിക്കാം. ആ രീതിയാണ് ഇവിടെ പറയുന്നത്. മൗനം. ആ മൗനം ഉണ്ടല്ലോ, ഓം എന്ന് പറയുമ്പോൾ മൗനമല്ല, ശബ്ദമുണ്ട്. അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുമ്പോൾ വായ ചുണ്ട് കൂട്ടി കഴിയുന്ന ആ ഒരു കുറച്ച് സമയം, അടുത്ത തുടങ്ങുന്നതിന് മുൻപുള്ള കുറച്ച് സമയം, അത് പൂർണ്ണ നിശബ്ദത. അതാണ് പൂർണ്ണമായ മൗനം. ആ മൗനം ബ്രഹ്മമാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഓംകാരത്തിന് ഇത്രയും ശക്തി പറയുന്നത്. നമ്മൾ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. 3 ആ ഊമ് എന്താ? സൃഷ്ടി, സിരീസ്, മഹാരം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, അല്ലെങ്കിൽ 3 അവസ്ഥകൾ അല്ലെ, അല്ലെങ്കിൽ സപ്തരജതമോ, ഇങ്ങനെ 3ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയുണ്ടോ, സോറി മൾട്ടിപ്പിൾസ് അല്ല, 3 കൊണ്ട് പറയാവുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ ഓംകാരത്തിന്റെ കൂടെ കൂട്ടിയിട്ട് പ്രാധാന്യം പറയും. അവിടെയൊന്നും അല്ല അതിന്റെ പ്രാധാന്യം. അതിന്റെ പ്രാധാന്യം ഓം ജപിച്ചിട്ട് അടുത്ത ഓം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ അമാത്ര സ്വരൂപം, അതാണ് ബ്രഹ്മം. മാത്രാസ്വരൂപം അത് സഗുണബ്രഹ്മം അല്ലെ, അത് സഗുണബ്രഹ്മം. അകാര ഉകാരം അകാരം രണ്ടുമുണ്ട് ഇതിനകത്ത്. ഓംകാരത്തില് എന്തുണ്ട്? സഗുണബ്രഹ്മവുമുണ്ട്, നിർഗുണബ്രഹ്മം. ഈ നിർഗുണം നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. സഗുണം മനസ്സിലാവും. ആ ഊം നമ്മൾ മനസ്സിലാവും, നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷെ അതില് നിർഗുണബ്രഹ്മമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മോക്ഷം വരുന്ന ആള് സഗുണത്തിലല്ലല്ലോ നിൽക്കുന്നത്. മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ആൾ നിർഗുണത്തിലാണ് നിൽക്കുന്നത്, സഗുണത്തിലല്ല നിൽക്കുന്നത്, രൂപത്തിലല്ല നിൽക്കുന്നത്. രൂപമില്ലാത്ത, അതേസമയം സർവ്വരൂപങ്ങളുമായിട്ടുള്ള ആ ബ്രഹ്മത്തിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മത്തെയാണ് അറിയേണ്ടത്, ബ്രഹ്മമാണ് എന്ന് സ്വയം തിരിച്ചറിയേണ്ടത്. അപ്പോ മൗനരൂപമായി ബ്രഹ്മം ഇരിക്കുന്നു. ബ്രഹ്മം എങ്ങനെയിരിക്കുന്നേ? മൗന രൂപമായി ബ്രഹ്മം ഇരിക്കുന്നു. വളരെ ഡീപ്പായിട്ട്, വളരെ അഗാധതയിലേക്കുള്ളൊരു ചിന്തയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്ന ആചാര്യസ്വാമി. ഈ മൗനം എന്നുള്ള ആ സാധനയെ അദ്ദേഹം എടുത്ത് പറഞ്ഞു തരുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. മൗനം എന്നാൽ ബ്രഹ്മം. അപ്പൊ എങ്ങനെയാണ് മൗനരൂപമായി ബ്രഹ്മം ഇരിക്കുന്നത്, അതിന്റെ കാരണം എന്ത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് മൗനരൂപമായി ബ്രഹ്മം ഇരിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഏതായാലും വളരെ ഗഹനമായ ചിന്തകളിലേക്ക് ആചാര്യസ്വാമി നമ്മളെ കൊണ്ടുപോകുന്നു. അറിയാത്ത എത്രയോ കാര്യങ്ങൾ അറിയാൻ ആചാര്യസ്വാമി നമുക്ക് അത് ഇടതരുന്നു, പറഞ്ഞു തരുന്നു. ഇനിയും അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ.
ഈ പറഞ്ഞ പോലെ ഈ ത്യാഗത്തിലും ഈ മൗനത്തിലും ഒക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ പ്രാരബ്ധങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഭഗവാൻ തന്നെ അതിനെ മാറ്റി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. താങ്ക് യു സർ. സായിറാം സർ. സായിരാം. എന്താണ്ട് വിശേഷം? സ്കൂളിലൊക്കെ പോയോ? സ്കൂളിൽ പോയോ? എങ്ങനെയുണ്ട്? കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? സായിറാം സാറ്. സായിരാം സായിരാം. സാറ് ഈ ടെക്സ്റ്റ് എവിടെ ഏതാ സാറേ? ഞാൻ എന്റെ റെക്കോർഡിംഗ് ഒന്ന് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് സംസാരിക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ, അത് കട്ടാകുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാകും.